വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായ് മാളിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാളാണ് ദുബായ് മാള്. എല്ലാവർക്കും അറിയുന്നത് പോലെ ബുർജ് ഖലീഫയാണ് ദുബായ് മാളിന് ഏറ്റവും അടുത്തുള്ളത്. രണ്ടും കൂടി ഒരു മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി. ദുബായ് മാളിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ടാണ് ബുർജ് ഖലീഫയിൽ പോവാം. അപ്പോൾ ബുർജ് ഖലീഫയുടെ വീഡിയോസ് നമുക്ക് പതിയെ ഇടാം. അത് നമുക്ക് ദുബായ് മാൾ ഒന്നുകൂടി നടന്ന് കാണാം. നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വരവിൻ്റെ പിന്നിലെ നമ്മൾ നോമ്പ് കാലത്ത് ഒന്ന് വരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല. ഈവനിങ് ഒന്നും ഇറങ്ങാൻ പറ്റാത്ത കാരണം. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിക്ക് വന്നതാണ്. ഉള്ളിൽ കയറാൻ വേണ്ടി ജോബിച്ച നല്ലോണം നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ജോബിച്ച ഓൾറെഡി 2 വട്ടം പോയിട്ടുണ്ട്. ആ 2 വട്ടം പോയ വീഡിയോയും എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഞാനാണ്. സോ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് കണ്ട സ്ഥിതിക്ക് പിന്നെ എനിക്ക് അവിടെ കയറി കാണാനുള്ളൊരു താല്പര്യം തോന്നാത്ത കാരണം ഞാനായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു പിണക്കത്തിലുമാണ് പുള്ളി. അപ്പോൾ ദുബായ് മോളിൽ ജസ്റ്റ് കറങ്ങാൻ വന്നത്. ഇവിടെ ചൈന ടൗണ്, ഞങ്ങൾ അന്ന് പണ്ട് പോയ സമയത്ത് ചൈന ടൗൺ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം അടുത്ത് വന്നതാന്നൊക്കെ പറഞ്ഞു. അടുത്തെന്ന് പറയുമ്പോൾ കുറച്ചായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് പോകുന്നത്. നോമ്പ് സീസണിൽ വരാൻ വിചാരിച്ചത് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൈൻ്റെ കൂടെ കുറച്ചും കൂടിയും സ്പെഷ്യലായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവാറുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇപ്രാവശ്യത്തെ വരെ കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ മെട്രോന്ന് വന്നിട്ട് മെട്രോയിൽ പോകാമെന്നുള്ളതല്ലാണ്ട് ഇതിൻ്റെ താഴത്തുള്ള ഈ ഭാഗത്തേക്കൊന്നും നമ്മൾ റോഡ് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വൈകിട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടി കാണാൻ പറ്റിയെന്ന് പറയാം. നാളിൻ്റെ ലീവിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മൾ പോണത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. മെട്രോയിലും കാലുകുത്താൻ സ്ഥലമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. ഇവിടെ ദുബായ് മോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ ഫാമിലീസിനെ മാത്രമാണ് നേരെ ഡയറക്റ്റായിട്ട് കടത്തി വിട്ടത്. ബാച്ചിലേഴ്സായിട്ട് വന്നിട്ടുള്ളവരും കൂട്ടം കൂടിയിട്ട് ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ളവരെയൊക്കെ സ്റ്റെയർ കേസ് വഴി താഴെ കൂടിയാണ് കയറ്റിയത്. ഫാമിലീസിനെ മാത്രമാണ് കടത്തി വിട്ടത്. അതുകൊണ്ട് ഞാനും ജോബിച്ചിന് അതിൻ്റെ ഉള്ളിൽ എസ്കേപ്പ് ആയിട്ട് പോന്നു. നമുക്ക് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ പോരാൻ പറ്റി. അകത്തേക്ക് വന്നപ്പോഴും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ലോക്കൽസ് ആയിരുന്നു, എമിറാത്തീസ് ആയിരുന്നു, അറബികളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. നാളിൻ്റെ ടൈമൊക്കെ ആയ കാരണം അവർ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിള്ളേരും മക്കളൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് വരുന്ന കുറേ ഫാമിലീസിനെ അവിടെ വെച്ച് കാണാൻ പറ്റി. കൂടുതൽ പേരും മറ്റേ കന്തൂറൊക്കെ ധരിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് ഉള്ളിലേക്ക് കയറിയപ്പോൾ പൊതുവേ തിരക്ക് കുറവായിട്ട് തോന്നി. കൂടുതൽ ആൾക്കാരും പുറത്തുള്ള വാട്ടർ ഫൗണ്ടൈനും ബുർജ് ഖലീഫയൊക്കെ കാണാൻ വരുന്നവരായിരിക്കുമല്ലോ. സോ അതുകൊണ്ടായിരിക്കും അവരെന്നെ താഴത്തേക്ക് കടത്തി വിട്ടത്, മാളിലേക്ക് കയറാതെ. ഈ വാള് കണ്ടോ, ഇതിലിരിക്കുന്നതെല്ലാം പെർഫ്യൂംസാണ്. അതൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. ആ ഷോപ്പിൻ്റെ വാള് മുഴുവൻ പെർഫ്യൂംസ് വെച്ചിട്ട് തന്നെയാണ് അലങ്കരിച്ചേക്കണത്. ഭയങ്കര രസമായിട്ട് തോന്നി. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ. നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത റേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാളിനകത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി. നമ്മളിവിടെ വന്നിട്ട് കാണാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ദിനോസറിൻ്റെ അസ്ഥികൂടാണ്. പിന്നെ ഐസ് റാങ്കും ഇതുപോലെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുള്ളതാണ്. സോ നമ്മൾ ഇപ്രാവശ്യം വരുമ്പോൾ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടാണ് പോകാൻ വിചാരിക്കുന്നത്. ഞാൻ മുന്നേ പോയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ദുബായ് മോളിലെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. മൊത്തത്തിൽ ഈ മാളിനകത്ത് 1200-ലധികം കടകളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ലോക പ്രശസ്തമായിട്ടുള്ള പല ബ്രാൻഡുകളുണ്ട്, ലക്ഷറീസ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫാഷൻ ആണെങ്കിലും ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും എല്ലാത്തരം സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ദുബായ് അക്വേറിയം പിന്നെ അണ്ടർ വാട്ടർ സൂ ഒക്കെ എവിടെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു മായ ലോകം തന്നെ കാണാം. അതിൻ്റെ ചെറിയൊരു ബൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ആ ഭാഗം കാണിച്ചു തരാം. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് കയറാൻ പറ്റിയ സംഭവമാണ്. പിന്നെ വിർച്വൽ റിയാലിറ്റി ഗെയിമുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഐസ് റാങ്ക് ഉണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ റിയൽ സിനിമാസിൻ്റെ നമ്മുടെ സിനിമാ തിയേറ്റർ ഉണ്ട്. പല രാജ്യങ്ങളിലെ ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. ഫാസ്റ്റ് ഫുഡ് മുതൽ ലക്ഷറി റെസ്റ്റോറൻറ്റ്സ് വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ദിനോസറിൻ്റെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ളൊരു ദിനോസറിൻ്റെ അസ്ഥികൂടം കാണാനായിട്ടാണ്. 155 ദശലക്ഷം പഴക്കമുള്ളതാണെന്നാണ് ഈ ദിനോസറിനെ കുറിച്ചിട്ട് പറയുന്നത്. ഏറ്റവും വലിയ സസ്യഭോജിയാണ് ദിനോസർ എന്നറിയാലോ. നമ്മൾ ഇഷ്ടം പോലെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഏകദേശം 24 മീറ്ററോളം നീളവും 7 മീറ്ററോളം ഉയരവും ഉണ്ടെന്നാണ് പറയുന്നത്. 2008 ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഈയിടെ, അതായത് ഇപ്പോൾ ഇത് ദുബായ് മോളിലെ ഗ്രാൻഡ് ആട്രിയം എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്നെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരുവിധം ദുബായ് മോളിൽ വരുന്ന എല്ലാവരും ചെയ്യണതാണ്. ഞാൻ അന്ന് പോയി വന്നതിന് ശേഷം വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉള്ളത് തന്നെ അറിയുന്നത്. സോ ഇപ്രാവശ്യം എന്തായാലും
പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്ലീറ്റ് ഫോസിൽ സ്കെലറ്റനിൽ ഒന്നാണിത്. 90% ഒറിജിനൽ ബോൺസ് തന്നെയാണുള്ളത്. നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആയാലും കാണാൻ ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ദിനോസറിൻ്റെ ആ രൂപത്തെ നേരിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന് മുന്നേ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെയും ഇപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ 3rd ഫ്ലോറിൽ വന്നിട്ടാണ് അങ്ങനെ കണ്ടത്. താഴത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഐസ് റാങ്കിലാണ്. അപ്പോൾ അവിടെ ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നിന്നിട്ട് കണ്ടു. ഈ ഐസ് റാങ്കിനുള്ളിൽ നമുക്കൊക്കെ സ്കേറ്റിംഗ് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ട് കേട്ടോ. 90 മിനിറ്റ് നേരത്തേക്ക്, അതായത് 1.5 മണിക്കൂറിനേക്ക് ഏകദേശം 125 ദർഹം മുതൽ 150 ദർഹം വരെയാണ് റേറ്റ് വരിക. 100 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാം. അതിൽ 120 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ കൂടെ മുതിർന്നവരാരെങ്കിലും ഉണ്ടായിരിക്കണം. ഐസ് റാങ്കിങ് ആണ്. അതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള അല്ലെങ്കിൽ ഒളിമ്പിക്സ് ലെവലിലേക്കുള്ള ഒരു ഐസ് റാങ്ക് ആണ്. സോ ഇവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് വേണം വരാനേ. അതല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്കേറ്റിങ്ങിനുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും, ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ. ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. മൺഡേ ടു തേഴ്സ്ഡേയും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ എന്തോ ടൈമിംഗ് വ്യത്യാസമുണ്ട്. നോക്കിയിട്ട് പോവുക എങ്ങനെയാണ് എന്താണെന്നൊക്കെ. തിരക്കുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് ഓൺലൈനിൽ ബുക്കിംഗ് ഉണ്ട്, അങ്ങനെ നോക്കിയിട്ട് പോവുക. അതുകൂടാതെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാവും. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് DJ സംഭവങ്ങൾ പോലെ, അല്ലെങ്കിൽ പാട്ടിനൊപ്പം ഇതുപോലത്തെ നൃത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ സൈറ്റിൽ കയറി നോക്കിയിട്ട് പോവുക. സ്കേറ്റിംഗ് ഒക്കെ അറിയുന്ന പിള്ളേരെയൊക്കെ ആയിട്ട് പോയി അടിപൊളിയായിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ അവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് എന്താണോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചൈന ടൗൺ കാണാനായിട്ട്. അവിടെ എത്തിയപ്പോൾ മൊത്തത്തിലൊരു ചുവപ്പ് മഴയായിരുന്നു. ദുബായ് മോളിനകത്തുള്ള ചൈന ടൗൺ മൊത്തത്തിലൊരു ചുവപ്പ് മഴയായിരുന്നു. അതുകൂടാതെ അവരുടെ റാന്തൽ പോലത്തെ വിളക്കുകളൊക്കെ ഇല്ലേ, ലൈറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാഗൺ എപ്പോഴും പോകുമ്പോൾ കണ്ട് സുപരിചിതമായിട്ടുള്ള തലത്തിലുള്ള ലൈറ്റുകൾ. ദുബായ് മാളിൻ്റെ 1st ഫ്ലോറിൽ നമ്മുടെ ഐസ് റാങ്കിങ്ങിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ചൈന ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ സംസ്കാരവും അതുപോലെ തന്നെ ചൈനീസ് ഫുഡുകളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ചൈനീസ് ലാൻഡേൺസ്, ആ വിളക്കുകൾ മാത്രമല്ല നിയോൺ ബോർഡുകളും ഉണ്ട്. പല കളർഫുൾ ആയിട്ടുള്ള ബോർഡുകൾ കണ്ടോ, അതിനെ നിയോൺ ബോർഡ്സ് എന്നാണ് പറയുക. ഇത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സീലിംഗ് മുഴുവൻ പ്രത്യേക രീതിക്കാണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിലെല്ലാം ഒരു റെഡ്, ഓറഞ്ച്, യെല്ലോ തീമായിരുന്നു അവർ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയിട്ടുള്ളത് അവിടുത്തെ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. കുറച്ച് ആൻറ്റീക്ക് പോലത്തെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പിൽ ചൈനീസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ ഉള്ളവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നല്ല പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ മറ്റേ ഷോർട്ട് മൂവീസ് കാണാറുണ്ടായിരുന്നു, വെബ് സീരീസൊക്കെ പോലെ. അപ്പോൾ അതിൽ ചില പഴയ ആൾക്കാരുടെ സിനിമകളോ അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ വരുമ്പോൾ അതിൽ അവർ ഇങ്ങനത്തെ ഡ്രസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല രസം തോന്നി. ഞാൻ അവരോട് നേരിട്ട് പറയുകയും ചെയ്തു, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നന്നായിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അവരുടെ പ്രാചീന കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളാണ്, പണ്ട് കാലത്ത് തലമുറ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഡ്രസ്സുകളായിരുന്നു. എല്ലാവരും അതൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഷോപ്പിൽ കുറേ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ നടന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പിന്നെ അകത്തേക്ക് പോന്നു. അപ്പോൾ അവരുടെ ഒരു ടെമ്പിൾ പോലത്തെ, ഒരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ പ്രത്യേകമായിട്ടുണ്ടായിരുന്നത് ഒരു പാണ്ടയാണ്, ഒരു വലിയ പാണ്ടയുടെ പ്രതിമ ഉണ്ടായിരുന്നു. അതിൻ്റെ അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ള പല സാധനങ്ങളും ഞാനിങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണോ ഈ ചൈനീസ് മൂവിയിലൊക്കെ കാണാറില്ല ഈ ഡ്രാഗണുകൾ, അപ്പോൾ ഈ ഡ്രാഗനൊക്കെ നിങ്ങളുടെ എന്താ ദൈവമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ട് വർക്കിൻ്റെ രീതിക്ക് വെക്കണതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ഞാൻ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഒരു ആമയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ മയില്, മുരുകൻ പുലിപ്പുറത്ത് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മൃഗങ്ങളുമായിട്ടുള്ള സാമ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ ദൈവങ്ങളുടെ വാഹനങ്ങളൊക്കെ ആയിട്ട് ഹിന്ദു പുരാണത്തിലുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിക്ക് അവരോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ ഡ്രാഗണൊക്കെ ഒരു ഇതെല്ലാത്തിലും കാണാറുള്ളതാണ്, പക്ഷെ അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈനീസ് ഹോട്ടലിൽ പോയി അവിടുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അത് നല്ലതുമായിരുന്നു എന്നാൽ മോശമായിരുന്നു.
ആദ്യം ചിക്കൻ ഐറ്റംസ് ആണ് അതിൽ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്വീറ്റ് ആൻഡ് സോർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ആ റെഡ് കളറിലുള്ളത്. അത് അടിപൊളിയാണ്. ചെറിയൊരു മധുരം, ഉപ്പ്, പുളി എല്ലാം കൂടി കലർന്നൊരു ടേസ്റ്റാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഫ്രൈഡ് ചിക്കൻ്റെ രീതിക്കുള്ളത് കണ്ടപ്പോൾ ഒരു 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 രസം തോന്നിയിട്ട് എടുത്തതായിരുന്നു. പക്ഷേ അത് ഫിഷാണ്. ഭയങ്കര ഒരു ഫാറ്റുള്ള പോലത്തെ ഒരു ഫിഷ്, ഭയങ്കര ഒരു സ്മെല്ല്, ഒരു ചൊയൊക്കെ ഉള്ള പോലത്തെ ഫിഷ്. അത് അട്ട ഫ്ലോപ്പായിരുന്നു. ആ ക്രിസ്പിനെസ് ഒക്കെ കണ്ടിട്ട് എടുത്തതാണ്, പക്ഷേ വേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് കൂട്ടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അവസാനമാണ് ചിക്കൻ കഴിച്ചത്, ആ ടേസ്റ്റ് ഒന്ന് വായിന്ന് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്രൈഡ് റൈസിൽ ഉപ്പും കുറവാണ്, ചൈനീസുകാർ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ ചിക്കൻ അടിപൊളിയായിരുന്നു. ഏതെങ്കിലും 2 തരം ചിക്കൻ എടുത്താൽ മതിയായിരുന്നു. അതൊരു കോംബോ ആണ്. ഞാൻ ചിക്കൻ മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഫ്രൈഡ് റൈസും 2 ഡിഷും കൂടിയിട്ട് ഒരു കോംബോ ഉണ്ട്, 45 ദർഹംസോ 55 ദർഹംസോ അങ്ങനെ എന്തോ ആണ്. എന്നാൽ പിന്നെ 2 ചിക്കൻ്റെ കോംബോ തന്നെ എടുക്കായിരുന്നു. പെപ്പർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അഹമ്മദിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തതായിരുന്നു ഫിഷ്. പക്ഷേ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ എടുക്കരുത്, നമുക്ക് പറ്റില്ല അങ്ങനത്തെ ഫിഷി സ്മെല്ലും ടേസ്റ്റൊന്നും. ഫ്രൈഡ് ആണ് പുറത്ത്, പക്ഷേ ഉള്ളിൽ ഉപ്പോ മധുരമോ പുളിയോ എരിവോ ഒന്നുമില്ലാത്ത, ഒരു മസാലാസും ഇല്ലാത്ത ഫിഷായിരുന്നു. ഭയങ്കര മോശമായിപ്പോയി. പക്ഷേ ഫ്രൈഡ് റൈസ് ഓക്കെയാണ്, ഉപ്പില്ലാന്നേ ഉള്ളൂ. ചിക്കൻ അടിപൊളിയാണ്. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്ക്. ഇതെല്ലാവരും ബുർജ് ഖലീഫ കാണാനാണ് കേട്ടോ വരുന്നത്. ഇരുട്ടാവും തോറും അവിടുത്തെ വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടില്ലേ, ഓരോ അരമണിക്കൂർ കൂടുമ്പോഴോ അങ്ങനെ എന്തോ ആണ് ഷോ ഉള്ളത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുള്ളത് സ്റ്റാർബക്സിലായിരുന്നു. എനിക്ക് മീറ്റിങ്ങിന് പോയപ്പോൾ, ഫസ്റ്റ് മീറ്റിങ്ങിന് പോയപ്പോൾ മാം സ്റ്റാർബക്സിൽ നിന്ന് കോഫി വാങ്ങിച്ചതുണ്ടായിരുന്നു, ഫ്രാപ്പിച്ചിനോ ചോക്കോ ലാവ അങ്ങനെ എന്തോ. അപ്പോൾ ഞാനത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴേലും പോകാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോബിസിനായിട്ട് പോയതാണ്. അങ്ങനെ എന്താ പറയുക, കണ്ണും പൂട്ടി ഒരെണ്ണം സെലക്ട് ചെയ്തതാണ്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് മാം വാങ്ങിച്ചത് അത്ര അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലിടയ്ക്ക് എന്തൊക്കെയോ കടിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഐസ്ലാറ്റി ആയിരുന്നു. അന്നും ഞാൻ ചിൽഡായിട്ട് തന്നെയാണ് എടുത്തത്, ഇന്നും ചിൽഡായിട്ടാണ്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, ഇത് എനിക്കിഷ്ടമായി. സ്റ്റാർബക്സിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഫി വാങ്ങിക്കുമ്പോൾ, കോഫിയല്ല എന്ത് വാങ്ങിക്കുകയാണെങ്കിലും 20% ഡിസ്കൗണ്ട് ഉണ്ട് ആദ്യത്തെ 2 വട്ടം. അതൊന്നും അറിയായിരുന്നില്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അവിടെ പോയി അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അടുത്തെത്തുമ്പോഴാണ് നമ്മൾ അറിയുക. ഞാനൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ മുന്നേയൊക്കെ സ്റ്റാർബക്സ് ആണ് സോ എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നായിരുന്നു. എന്നോട് ചോദിച്ച് എപ്പോഴും പറയാറുണ്ട്, നീ ഇങ്ങനെ എല്ലാം വേണ്ടാന്ന് വെക്കില്ലേ, അത് നോക്ക്, അതിനെക്കുറിച്ച് അന്വേഷിക്കേ, അങ്ങനെയാണെങ്കിൽ അറിയുള്ളൂ എന്നൊക്കെ. സംഭവം അതുപോലെ തന്നെ കയറി നോക്കിയപ്പോഴാണ്, റേറ്റും കാര്യങ്ങളൊക്കെ മെനു നോക്കിയപ്പോഴാണ് അറിയണത്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ല എന്ന് പറയുന്നില്ല. ബട്ട് വൺസ് ഇൻ എ വൈലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ 20% ഓഫ് ഉണ്ട്. 20% ഉള്ളൂ, ബാക്കി 80% നമ്മൾ പേ ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു സംഭവമാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് കയറുമ്പോൾ പതിയെ കുറയും. ഞങ്ങൾക്ക് ഒരുവിധം മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുക ഒന്നെങ്കിൽ സ്റ്റാർബക്സിലായിരിക്കും, അല്ലെങ്കിൽ ടിം ഹോട്ടൻസിലായിരിക്കും. അപ്പോൾ ഞാനൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അയ്യോ ഇതൊക്കെ വലിയ പണക്കാർ കയറുന്ന സ്ഥലമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ അന്ന് ഇപ്രാവശ്യം ദുബായിൽ വന്നപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ, അതും ഇങ്ങനെ ഒരു ഫേമിൽ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പോയിരുന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ അവിടെ ലാപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നല്ല പ്രൗഡായിരുന്നു കേട്ടോ. ഞാൻ കൂടെ ഉള്ളവരൊക്കെ ലാപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിക്കും, ഈ പട്ടിക്കാട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇങ്ങനെ ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കുറഞ്ഞ കാലയളവാണെങ്കിലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റി, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ മാം ഇറാഖിൽ നിന്നാണ് വരുന്നത്. ആൾ 21 വർഷമായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ്, ഫാമിലി ആയിട്ട് 3 മക്കളുണ്ട്. അതിലെ ഇളയ മോൻ്റെ പ്രായമുള്ളൂ എനിക്ക്. അപ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്, എന്നെ ഒരു മോളെ പോലെയൊക്കെ കാണണമെന്ന് പറയാം. ആഴ്ചയിൽ ഒരു വട്ടം അതല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു വട്ടമൊക്കെയാണ് പരസ്പരം കാണുള്ളൂ. പക്ഷെ എന്നാലും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ആകെ 3 മാസം മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വർത്താനം പറഞ്ഞ് അങ്ങനെ പോയി. അതിനിടയ്ക്ക് നമ്മൾ കണ്ടത് ഹ്യൂമൻ വാട്ടർഫോളാണ്. അതായത് മനുഷ്യന്മാരെ വെള്ളത്തിലേക്ക് ചാടുന്നത് പോലുള്ള പ്രതിമകളാണ് ഉള്ളത്. എന്താ പറയുക, വെള്ളത്തേക്ക് ഡൈവ് ചെയ്ത് ചാടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു രൂപകൽപ്പനയാണ്. നമ്മൾ വെള്ളത്തിൽ ചാടിയിട്ട് മുത്തുകൾ ശേഖരിക്കുക, പേളുകളൊക്കെ ശേഖരിക്കുന്ന ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 4 ഫ്ലോറിലായിട്ടാണ് അത്തരമൊരു വെള്ളച്ചാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ പോയി ഫോട്ടോ എടുക്കാം. 4 ഫ്ലോറിലും വ്യാപിച്ച് കിടക്കുന്ന രീതിക്ക് അത്രയും ഉയരത്തുനിന്നുള്ള വെള്ളച്ചാട്ടമാണുള്ളത്. നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ ചെറിയ എന്താ പറയുക, ചാറ്റൽ മഴ പോലെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും അവിടെ നിൽക്കുന്ന സമയത്ത്. ആ മനുഷ്യരൂപങ്ങളൊക്കെ ഫൈബറാണെന്നാണ് പറയുന്നത്. ദുബായ് മാളിൻ്റെ സെൻറ്ററിലായിട്ട്, നമ്മുടെ ഐസ് റാങ്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ അണ്ടർ വാട്ടർ സൂ, അതല്ലെങ്കിൽ അക്വേറിയത്തിക്കാണ്. ദുബായ് മോളിലെ അക്വേറിയത്തിക്കാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കടലിൻ്റെ അടിയിലെ പ്രതിഭാസം തന്നെ ഉണ്ട്. ഭീമൻ ഷാർക്കുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്.
എന്താ പറയുക, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കണ്ടാലും നമുക്ക് എത്ര മീനുണ്ടെന്ന് എണ്ണി തീർക്കാൻ പറ്റില്ല. അത്രയധികം കാര്യങ്ങളുണ്ട്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. നമുക്ക് പുറത്തുനിന്നായാലും കാണാം. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേ ഭാഗങ്ങൾ ഹൈഡ് ചെയ്തേക്കുന്നു. മുന്നേ കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലായിരുന്നു. ഇതിനുള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൂടാതെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ ഒരു ചില്ല് കൂടാരത്തിലാക്കിയിട്ട് ഒരു ചില്ലിൻ്റെ ബോക്സിലാക്കിയിട്ട് ഇറക്കി വെക്കും. വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നും. അതുകൂടാതെ നമുക്ക് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതായാലും നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. നമ്മളിപ്പോൾ തൽക്കാലം പുറത്തുനിന്ന് കാണാൻ ചെയ്തത്. ഇപ്പോൾ H&Mൻ്റെ അവിടെ കവർ ചെയ്തോന്ന് എനിക്കറിയില്ല, ഹൈഡ് ചെയ്തോന്ന് അറിയില്ല. നമ്മൾ മുന്നേ H&M ഷോപ്പിന് ഉള്ളിൽ കയറിയിട്ടായിരുന്നു കാണാറ്. അവിടെ പൊതുവേ തിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്ത പോലെ തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് എന്താ അവസ്ഥ എന്നറിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയത്തിലൊന്നാണ് ഈ ദുബായ് മാളിനകത്തുള്ള അണ്ടർ വാട്ടർ സൂ ആൻഡ് ദുബായ് അക്വേറിയം എന്ന് പറയുന്നത്. സ്പെഷ്യലായിട്ട് ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിലേ നീന്തൽ പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ള പരിശീലകരുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഷാർക്ക് ഡൈവിംഗ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് പെൻഗ്വിൻസിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ പോവാം. ബുർജ് ഖലീഫയുടെ വീഡിയോ ആയിട്ട് അടുത്ത പാട്ടിൽ വരാം.